എന്റെ മകൻ എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത് ഇനിയെങ്കിലും വളർന്നു വരുന്ന ഒരു പിള്ളേരും ഇങ്ങനെ ചെയ്യരുന്നു. ഇപ്പൊ അവന്റെ ഒരു സോഷ്യൽ മീഡിയ ഉണ്ട്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു സംഭവം ഇല്ല. ഞങ്ങൾ രണ്ട് സ്ത്രീകൾ മാത്രം ഒരു വീട്ടിൽ ഒറ്റപ്പെട്ട് കിടക്കുന്നത്. നമ്മുടെ വീട് പോലും അല്ലത്, പണയ ഒരു വീട്ടിൽ ചെന്ന് കിടക്കുന്നത്. അപ്പോഴത്തേക്ക് അവൻ കാണിച്ച ആ പ്രവൃത്തിയുടെതാണ് അവനെ നാട്ടുകാർ ഓടിച്ചു വിട്ടത്. അതിന്റെ പേര് ഞങ്ങൾക്ക് എതിരായിട്ട് ഇങ്ങനെ ഞങ്ങൾ പോലും അറിയാത്ത സംഭവങ്ങൾ ഓരോ ദിവസവും പറഞ്ഞ് ഓരോ വീഡിയോ ആയിട്ട് ഞങ്ങൾ അപകീർത്തിപ്പെടുവാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും എന്ത് ചെയ്യണമെന്ന് അറിയാമില്ല, ജീവിക്കണം മരിക്കണം അറിയാമല്ലാത്ത ഒരു അവസ്ഥയായതുകൊണ്ട് ഞങ്ങൾ പെട്ടുപോയി. ആരോട് പറയും എന്ത് ചെയ്യും? നമ്മളെ സംരക്ഷിക്കുന്ന മകൻ നമ്മളോട് ഇങ്ങനെ കാണിക്കുമ്പോൾ നമ്മൾ എന്തോ ചെയ്യേണ്ടത്? ഒരു പെങ്ങളെ കുറിച്ച് ഒരു ആങ്ങളമാരും ആരും പറയാത്ത വാക്കുകൾ പറയുന്നത്. അവർക്ക് നാളെ ഒരു ഭാവി വേണ്ടേ? അവളെ സംരക്ഷിക്കേണ്ടവൻ തന്നെ അവനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുകയും അപകീർത്തിപ്പെടുത്തുക. ആരാണ് അവരെ സംരക്ഷിക്കാനുള്ളത്? ജീവിക്കണോ മരിക്കണോ എന്ന് പോലും അറിയാത്ത അവസ്ഥയിലാണ് ഇന്ന് പച്ച വീട്ടിൽ പ്രശ്നേഷിന്റെ അമ്മയും അനിയത്തി. ഇപ്പം ഐപ്പ് വെള്ളക്കടൻ എന്ന് പറയുന്ന ഒരു ചാനലിൽ വന്നേക്കുന്നതാണ് ഇവരുടെ ഈ ഒരു ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിനകത്തോടെ വന്നാണ് ഇവർ ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. ആരെങ്കിലും ആ ഒരു പ്രശ്നേഷനാണെങ്കിൽ ആ ഒരു പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന ആ ഒരു സിനിമ കൊണ്ട് കാണിച്ചു കൊടുക്കണേ. ഇപ്പോഴും ആ പൊട്ടനെ മനസ്സിലായിട്ടില്ല ആ ഒരു ഇതിന്റെ ഒരു റിയാലിറ്റി ഫേസ് എന്താണെന്നുള്ളത്. അവൻ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ കാണിച്ചു കൂടുന്ന പരിപാടികൾ, ഇതിൻ്റെയൊക്കെ ഒരു ബോധം ഇപ്പോഴും അവന് മനസ്സിലായിട്ടില്ല. ആ ഒരു പ്രിൻസ് ആൻഡ് ഫാമിലി നിന്നെ ഉദ്ദേശിച്ച് മാത്രം എടുത്ത് വെച്ചേക്കുന്ന ഒരു പടമാണത്. അത് നീ മനസ്സിലാക്കിക്കോ. ഓക്കെ, അല്ലെങ്കിൽ നിന്നെ പോലുള്ള ചില ആൾക്കാരെയൊക്കെ ഉദ്ദേശിച്ചെടുത്തേക്കുന്ന പടമാണിത്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിൽ ഇതിനകത്ത് കഴിഞ്ഞ ദിവസം ആണെങ്കിൽ നമ്മുടെ പ്രശ്നേഷ് അവൻ്റെ ചാനലിലൂടെ ആണെങ്കിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതായത് പാർട്ട് 2 എന്നും പറഞ്ഞുണ്ട്. പാർട്ട് 1 പാർട്ട് 2 ഇട്ട് മെഗാ സീരിയൽ ഉണ്ടാക്കാനെ കൊണ്ട് നീ നിന്റെ വീട്ടിലെ അമ്മേനെ പെങ്ങളേനെ പറ്റിയിട്ടാണ് ഈ കുറ്റങ്ങൾ മൊത്തം പറഞ്ഞെന്നുള്ളത് ഇവൻ ആലോചിക്കണ്ടേ? എന്നിട്ട് അവൻ ആ വീഡിയോക്കകത്ത് ഇട്ട് പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങോട്ട് വെക്കാം. ആക്ച്വലി കുറച്ച് പേര് ചോദിക്കുന്നുണ്ട്, ബ്രോ എന്തിനാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ പുറത്ത് പറയണത്? എന്തിനാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്ന് കണ്ടന്റ് ആക്കണേന്ന്? ഒറ്റ കാരണം, ശുദ്ധ കഴപ്പ്. ഇനി അവന്റെ പെങ്ങള് പറയുന്ന കാര്യം ഒന്ന് കേട്ടോ. അവന് പൈസ വേണം, അതായത് ഭാര്യയുടെ കൂടെ വെളിയിൽ പോകാനായിട്ട് പൈസ വേണം. അതിൽ എന്റെ ഗോൾഡിൽ നല്ല നോട്ടം ഉണ്ടായിരുന്നു. അമ്മ അത് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞതിന്റെ ദേഷ്യം അമ്മയോട് ഉണ്ട്. ഈ റോഷന്റെ വൈഫ് നേഴ്സാണ് അല്ലേ? അപ്പോൾ അവർക്ക് വിദേശത്തേക്ക് യൂറോപ്പിലേക്ക് പോകാനാണ്. അവന് വിദേശത്ത് പോകാൻ വേണ്ടിയിട്ടാണ്. നിനക്കങ്ങ് പോയാ പോരേടാ. എന്തിനാടാ വീട്ടിൽ ഇരിക്കുന്ന അമ്മയും പെങ്ങളെയും ഒക്കെ സ്വർണം ചോദിച്ചു തന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നാൽ പിന്നെ അവരെ വെച്ച് തന്നെയാണെങ്കിൽ പൈസ ഉണ്ടാക്കാന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഉള്ള കുറ്റങ്ങളും കുറവുകളും എല്ലാം പറഞ്ഞുകൊണ്ട് അത് ആ ഒരു സഹോദരിയൊക്കെ എന്തൊക്കെയാടാ ഇവൻ പറഞ്ഞത്? ഇനി ബാക്കി കേട്ടോ. അത് ഒരു ദിവസത്തെയും കാര്യങ്ങളാണ്. വേറെ ഒന്നുകൊണ്ടുമല്ല, ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ പ്രശ്നമല്ല, കുറെ നാളായിട്ടുള്ള കുറെ കാര്യങ്ങളാണ്. അയ്യോ ചക്കിക്കൊത്ത ചങ്കരൻ. പാർട്ടായിട്ട് ഇടുന്നതിന്റെ കാര്യം വേറൊന്നുമല്ല. കാര്യം ഇങ്ങനെ പാർട്ടായിട്ട് ഇട്ടാലല്ല നമുക്ക് പൈസ കുറച്ചുകൂടെ കൂടുതൽ കിട്ടുമല്ലോ. അടുത്ത ഫോർച്യൂണർ ഓൺ ദ വേ ആണേ. ഇവർ ഫോർച്യൂണർ തന്നെയാണ് എടുക്കുന്നത്. ഇപ്പം കഴിഞ്ഞ വീഡിയോക്കകത്ത് കമന്റ് ബോക്സിലൊക്കെ കുറേ പേര് പറയുന്നുണ്ട് ഫോർച്യൂണർ അല്ല ഡിഫൻഡർ ആണ് നല്ലതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രയത്നിക്കുക. ഒറ്റ വീഡിയോക്കകത്ത് ഇതെല്ലാം പറഞ്ഞു തീർത്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസം ഏത് കണ്ടന്റ് ഇടും? വിഷയം വേണ്ടായോ? അമ്മയെ പറ്റിയിട്ടും ഈ പറയുന്ന പെങ്ങളെ പറ്റിയിട്ട് കുറ്റങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയണ്ടേ? ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ നടന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. അത് വേറെ. ഇതിപ്പോൾ എനിക്കിപ്പോൾ അത്യാവശ്യമായിട്ട് അർജന്റായിട്ട് എല്ലാത്തിനെ കുറിച്ചൊരു ഒരു സമറി പറയണം തോന്നി. അതുകൊണ്ടാണ് ഇങ്ങനെ. അതായത് ഡീറ്റെയിൽ ഇടാൻ പിന്നെ പറയും. ഇപ്പൊ പെട്ടെന്ന് ഇത് പറയണം തോന്നിയത് കൊണ്ടാണെന്നൊക്കെയാണ് പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കണം ഇവൻ എന്തോ ഭയങ്കര ധൃതിയായിട്ട് വേറെ വർക്കിന്റെ ഇതൊക്കെ ആയിട്ടാണെങ്കിൽ പോകാൻ നിൽക്കുക. അതിന്റെ പെട്ടെന്ന് ഇടയ്ക്ക് ഒരുപാട് ആരാധനാ വലയങ്ങളൊക്കെ ആണെങ്കിൽ ഇവനെ ചുറ്റപ്പെട്ടുകൊണ്ട് ചോദിക്കുകയാണ്, എന്താണ് ബ്രോ വീട്ടിൽ സംഭവിച്ചത്? ഞങ്ങൾക്കൊന്നും അറിയാൻ ത്വരമൂത്ത് കിടക്കുകയാണ്, ഞങ്ങളോടൊന്ന് പറയൂ പ്ലീസ്. അവന്റെ കാല് പിടിച്ച് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഇവൻ പെട്ടെന്ന് ഗൈസ് ഇതൊക്കെയാണ് കേട്ടോ കാര്യങ്ങൾ, ബാക്കി സ്ക്രിപ്റ്റിനകത്തില്ല, ബാക്കി അടുത്ത സ്ക്രിപ്റ്റിനകത്താണെന്നും പറഞ്ഞുകൊണ്ട് അവൻ അങ്ങ് പോവുകയാണ്. നാട്ടുകാർബലോ പാർട്ടിക്കാർബലോ ഒന്നുമില്ല. അവിടുത്തെ ഞാൻ പറഞ്ഞില്ലേ ഗുണ്ടകളും ഗുണ്ടച്ചികളും നമ്മൾ ഇടിച്ചു എന്നൊക്കെ പറഞ്ഞല്ലോ. നീ എന്നെ തട്ടണ്ട. ഗുണ്ടച്ചി എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല, വേറെ ഒന്നുമല്ല പറയുന്നത്. ഗുണ്ടച്ചി ഗുണ്ടയും ഗുണ്ടച്ചിയായിട്ട് എന്ത് വ്യത്യാസം? ഗുണ്ടയും ഗുണ്ടച്ചിയും അല്ലാതെ അവളെ പിന്നെ എന്നെ വിളിക്കട്ടെ അങ്ങനെ പറഞ്ഞപ്പോ എന്താ പ്രശ്നം? ഗുണ്ടി എന്ന് പറയുന്നത് ഗുണ്ടച്ചി എന്ന് പറഞ്ഞിട്ട് എന്ത് വ്യത്യാസം? ഗുണ്ടച്ചിന്നല്ല പറഞ്ഞു, വേറെ ഒന്നുമല്ല പറഞ്ഞു. പിന്നെ നിന്നെ വിളിക്കാമെന്ന് ഞാൻ പിന്നെ എന്നെ വിളിക്കേണ്ടവളെ. അങ്ങനെ മലയാള ഭാഷാ നിഘണ്ടുവിൽ പുതിയൊരു വാക്കും കൂടെ അളിയൻ കണ്ടുപിടിച്ചിരിക്കുകയാണ്, ഗുണ്ടച്ചി. കഴിഞ്ഞ ദിവസം വീഡിയോക്കകത്ത് ഗുണ്ടി എന്നായിരുന്നു, ഇപ്പൊ അത് ഗുണ്ടച്ചിയായി. അപ്പൊ ഭാര്യ പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെ വിളിക്കല്ലേ. കാര്യം നാളെ നീ അത് എന്നെ വിളിച്ചാലോ വീഡിയോ എടുത്തിട്ട് ഗൈസ് ഞങ്ങൾ തമ്മിൽ അടിച്ചു പിരിഞ്ഞു ഗൈസ്, ഞങ്ങൾ ഡിവോഴ്സ് ആയി ഗൈസ് എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ദിവസങ്ങളിൽ നീ അങ്ങനെ ഒരു സാധനം ഉണ്ടാകും. അതിന് ഭയങ്കര റീച്ച് ആയിരിക്കും. കാര്യം ഭയങ്കര സപ്പോർട്ട് നിനക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് സപ്പോർട്ട്. ഇപ്പം രണ്ട് കൂട്ടർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല നെഗല്ലേ വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഡിവോഴ്സ് ആയി പോയെന്നും പറഞ്ഞുകൊണ്ട് അടുത്തൊരു സാധനം നീ ഇറക്ക്. കാര്യം നീ ചിലപ്പം കണ്ടന്റിനും പൈസയ്ക്ക് വേണ്ടി നീ ചിലപ്പോൾ അതും ചെയ്തെന്നിരിക്കും. സ്വന്തം അമ്മയോടും പെങ്ങളോടും കാണിക്കാത്തൊരു കാര്യം എന്തായാലും മറ്റ് തൻ്റെ ഭാര്യയുടെ അടുത്ത് എന്തായാലും നീ ആ ഒരു ആത്മാർത്ഥത കാണിക്കില്ലല്ലോ. എന്തിനാണെങ്കിൽ ഈ ഒരു കാര്യത്തിലൊക്കെ ഒത്തൊരുമിച്ചോടെ നിൽക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ നല്ല തന്നെ. പക്ഷേ ഈ ഒത്തൊരുമയൊക്കെ ആണെങ്കിൽ ബാക്കിയുള്ളവർക്ക് ഒരിക്കലും ദ്രോഹം ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കരുത്. ഓക്കെ, ഒരുപക്ഷെ നാളുകളിൽ കാണാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ ഇവൻ കണ്ടന്റിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഡിവോഴ്സ് ആയി എന്ന് പറഞ്ഞിട്ട് ഡ്രാമ ക്രിയേറ്റ് ചെയ്തപ്പം ഇട്ടവൻ വരും. ഇതുപോലെ വിളിച്ച് ഉച്ചയ്ക്കൊന്നും എടുത്തില്ല, വൈകുന്നേരം വിളിച്ചപ്പോൾ എടുത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞ ഇതുപോലെ വർക്കിന്റെ സാധനം എടുക്കാൻ മാത്രമാണ് വർക്കുണ്ട്, അപ്പൊ അത് മാറ്റി വെക്കാൻ പറ്റില്ല. അപ്പൊ പറഞ്ഞു അടുത്ത ഞായറാഴ്ച വരെ. തിങ്കളാഴ്ച അമ്മ വിചാരിച്ചാണ് മറ്റേ ആഴ്ചപ്പിരിവിന് വരുന്ന അണ്ണാച്ചിയാണെന്ന്. അതാ പറഞ്ഞ അടുത്ത ആഴ്ച വരാനെ കൊണ്ട് പറഞ്ഞു വെച്ചിരിക്കുന്നതായിരിക്കും. കാരണം ഞങ്ങൾ ഇതിന് മുമ്പും വീട്ടിൽ സാധനം എടുക്കാനായിട്ട് പോകുമ്പോഴത്തേക്കും അപ്പുറത്തെ വീട്ടിൽ നിന്നും ഇപ്പുറത്തെ വീട്ടിൽ നിന്നും ഞങ്ങളുടെ വണ്ടി വന്നവിടെ നിൽക്കുമ്പോൾ തന്നെ ആൾക്കാർ ഇറങ്ങി ഒന്ന് നോക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇപ്രാവശ്യം ഒച്ചയും കൂടെ വെച്ചപ്പോഴത്തേക്കും നമ്മളെല്ലാം വീട്ടുകാർ ഒച്ചയും കൂടെ വെച്ചപ്പോഴത്തേക്കും ആൾക്കാർ ഇവിടെ എത്തിയിട്ട് ഭയങ്കര ടോക്കും കാര്യങ്ങളൊക്കെ ആയി. ടോക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇടിക്കാൻ വരുന്ന പോലെ സംസാരിക്കുന്നത്. നമ്മൾ മാക്സിമം ഒതുങ്ങി ചേച്ചി ഞങ്ങൾ ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നില്ല, രാത്രി അവർക്ക് ഉറങ്ങണം. ഞാൻ നിങ്ങളുടെ ഉറക്കം കളയുന്നില്ല, ഞാൻ വെച്ചുണ്ടാക്കി എന്റെ വീട്ടുകാരെ വെച്ചുണ്ടാക്കി എനിക്ക് ജസ്റ്റ് എന്റെ പണിയുടെ സാധനം എടുക്കാൻ വരണമെന്നുള്ളതായിരുന്നു. എന്റെ അമ്മ പറഞ്ഞിട്ടാണ് ഈ സമയത്ത് വന്നത്. അതൊരു ചതിയാണ് അല്ലെങ്കിൽ ഒരു ട്രാപ്പാണ് ഞങ്ങൾ വിചാരിച്ചില്ല. അമ്മയല്ലേ അങ്ങനെ ഒന്നും ചെയ്തില്ലെന്ന് ഞങ്ങൾ വിചാരിച്ചു. പക്ഷെ അങ്ങനെ വിചാരിച്ചതാണ് ഞങ്ങൾ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരം.
ആ അമ്മ എന്തൊരു ക്രൂരമായിട്ടുള്ളൊരു വ്യക്തിയാണല്ലേ. അതായത് ഇവരെന്നാ പണി സാധനമൊക്കെ എടുക്കണം, പിറ്റേ ദിവസം വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സാധനം എടുക്കുന്ന കാര്യം വീട്ടിലോട്ട് ചോദിച്ചപ്പോഴാണ് അടുത്ത ഞായറാഴ്ച വന്നു പറഞ്ഞാൽ അണ്ണാച്ചി പിരിവാന്ന് വിചാരിച്ച അമ്മ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ ഇവൻ രാത്രി മതിലാടി കടന്നത് കഴിഞ്ഞ വീടൊക്കെ നമ്മൾ സംസാരിച്ച. അപ്പോൾ അങ്ങനെ ചെന്നിട്ട് അമ്മ ആൾക്കാരെ സെറ്റ് ചെയ്ത് വെച്ച് കുറേ ഗുണ്ടകളെയും ഗുണ്ടച്ചികളെയും സെറ്റ് ചെയ്ത് വെച്ചു. അങ്ങനെ സ്വന്തം മകനെയും മരുമകളെയും ഇങ്ങനെ ക്രൂരമായിട്ട് തല്ലി ചതയ്ക്കാൻ വേണ്ടിയിട്ട് അമ്മ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. കൊട്ടേഷൻ കൊടുത്തേക്കായിരുന്നു നാട്ടുകാർക്ക് മൊത്തം. അന്നേ ദിവസം അല്ലെങ്കിൽ ഇതിന് മുമ്പ് ഒരിക്കുകയാണെങ്കിൽ അവരുടെ വീട്ടിൽ നടന്നിരിക്കുന്ന ഒരു ഇഷ്യമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ ആ ഒരു സഹോദരി ആണെങ്കിൽ ഈ മീഡിയാസിനാണെങ്കിൽ ഇപ്പം ആ പറഞ്ഞ ഒരു ഐപ്പ് വെള്ളക്കാടൻ എന്ന് പറഞ്ഞ ഒരു ചാനലിൽ കൊടുക്കുന്ന ഒരു ബൈറ്റ് ഉണ്ട്, അത് ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം. പണിയെടുത്തതിന് മാത്രമേ പൈസ തുടങ്ങിയപ്പോ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് പണിയെടുക്കുന്ന എന്റെ 30% ഷെയർ ഉണ്ട്. 10 രൂപ ഡിവിഡന്റ് തന്നിട്ടില്ല. കുടിച്ചതിനും മാത്രമല്ല, നീ എന്തോരം കണക്ക് പറഞ്ഞേക്കുന്നത് മാത്രമല്ല കണക്കുള്ളൂ. തിന്നിട്ടുണ്ട്, ഡ്രസ്സ് മേടിച്ചു തന്നിട്ടുണ്ട്, എക്സ്ട്രാ വേറെ KFC മറ്റത് എടാ നീ എന്തൊക്കെ കാര്യത്തിന് നീ വഴക്കുണ്ടാക്കിയെന്ന് പറഞ്ഞാലും ഈ ഒരു കാര്യത്തിൽ, അതായത് ഭക്ഷണത്തിന്റെ പേരിൽ കണക്ക് പറയാന്ന് പറഞ്ഞാൽ എത്രത്തോളം നിലവാരമില്ലാതെ ഒരു മനുഷ്യത്വരഹിതമായിട്ടുള്ള കാര്യമാണെന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കുക. ഒരിക്കലും ഒരു കാര്യത്തിൽ നമ്മൾ എന്തിനൊക്കെ കണക്ക് പറഞ്ഞാലും ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പറയാൻ പറ്റില്ല. അതും സ്വന്തം പെങ്കെടുത്ത് പറയുമ്പോഴത്തേക്കിന് എടാ എത്രത്തോളം ആ ഒരു സഹോദരിക്ക് വേദനിച്ചുണ്ടായിരിക്കും എന്നുള്ളത് നീ എന്നെ ആലോചിക്കും. ഇപ്പം ചേട്ടൻ അനിയത്തിയുള്ള ഒരു വഴക്കെന്നുള്ള രീതിയിലാണെങ്കിൽ ആ ഒരു അനിയത്തിയാണെങ്കിൽ ആ രീതിയിലൊക്കെ സംസാരിച്ചു തരും. പക്ഷേ ആ ഒരു കുട്ടിയുടെ മനസ്സിലുണ്ടാകുന്ന വേദന എന്ന് പറഞ്ഞാൽ എത്രത്തോളം വലുതായിരിക്കും. അപ്പം അതിനുശേഷം എന്താ സംഭവിച്ചേക്കെന്നുള്ള പുള്ളിക്കാരി പറയുന്നുണ്ട്. ഉപദ്രവിച്ചു. ഈ വീഡിയോ എടുത്തപ്പോഴത്തേക്കും ആ വീഡിയോ ഇവൻ ലാസ്റ്റാണ് കണ്ടപ്പോൾ നേരെ ഓടി എൻ്റെ അടുത്തോട്ട് വന്ന് എൻ്റെ മുഖത്തിട്ട് കറക്റ്റ് 4 വട്ടം അടിച്ച്. എന്നിട്ട് എൻ്റെ മുടിയെ കുത്തിപ്പിടിച്ച് കൊങ്ങയ്ക്ക് കുത്തിപ്പിടിച്ചോണ്ടിരിക്കുവായിരുന്നു. ഇവൻ്റെ വൈഫ് ഇതൊക്കെ കണ്ടവിടെ നിന്ന് നാട്ടുകാർ ഓടി വന്ന് ഗേറ്റ് തുറന്ന് അകത്ത് കയറാറായ സമയമാണ് അവൾ എന്നിട്ട് പറഞ്ഞത് പിച്ചു പെടുന്ന നാട്ടുകാർ വന്ന സീനാണ്. അതുവരെ കണ്ട് ചിരിച്ചുകൊണ്ട് നാളെ. അപ്പോൾ അവൻ പറഞ്ഞു അവളുടെ കയ്യിൽ വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു അത് കുഴപ്പമില്ല, നമുക്ക് ഡിലീറ്റ് ആക്കിക്കാന്ന് പറഞ്ഞു. ഞാൻ ഓടി ഇറങ്ങിയപ്പോൾ എൻ്റെ പുറകെ അടിക്കാനായിട്ട് തന്നെ ഇറങ്ങി വന്നു. അപ്പോൾ ആൾക്കാരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവരുടെ അടുത്തും എന്നെ ഉപദ്രവിച്ചത് അവർ കണ്ടു, എൻ്റെ മുഖത്തുള്ള പാടും ഒക്കെ അവർ കണ്ടു. അവരുടെ അടുത്ത് നിന്ന് പറഞ്ഞ് എനിക്ക് കഴിക്കാൻ തന്നെ എൻ്റെ കണക്കും ഇവന് വെളിയിൽ പോകണമെന്ന് അവൻ അവിടെ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട്. അതായത് ആ നാട്ടുകാർ മൊത്തം കണ്ട് ഇവൻ ഇതുപോലെ മർദ്ദിച്ചതിന്റെ പാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. 2025 മികച്ച അപരാധത്തിന് ഒരൊറ്റ പേരേ ഉള്ളൂ, അത് പച്ച വീട്ടിൽ പ്രശ്നേഷൻ എന്നാണ്. ഇനി അന്ന് ആ ഒരു രാത്രി ആ ഒരു സംഭവം നടക്കുന്ന വിഷ്വൽസ് കൂടെ ഉണ്ട്, അതുകൂടെ അങ്ങോട്ട് വെക്കാം. താമസിക്കുക ജനലും വാതിലും ഒക്കെ ഭയങ്കര തല്ലിപ്പൊളിക്കുന്ന പ്രശ്നം ഉണ്ടാക്കിയ. അപ്പൊ നാട്ടുകാർ വന്ന് ഓടിച്ചു വിട്ട്. നിങ്ങൾ ഇപ്പൊ പറഞ്ഞല്ലോ, ചേച്ചി പറഞ്ഞല്ലോ ഒരാളെയും കൂടെ ഇടപെടുത്തണം. അപ്പൊ എല്ലാരെയും കൂടെ ഇടപെടുത്തുവാണ്. ഒരു ദിവസം വന്ന് എനിക്ക് അത്യാവശ്യമായിട്ട് എടുക്കാൻ നിങ്ങൾ വീഡിയോ എടുക്കുമല്ലോ, എന്താ എടുത്താ കുഴപ്പമെന്താ കളി കാണിക്കണ്ടേ? എന്താ വീഡിയോ എടുത്താ എന്താ രാത്രി ഒന്ന് വീട്ടിൽ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ വിടാ എന്ത് നിങ്ങൾ എന്തുണ്ടാക്കാൻ ആടെ ഞങ്ങളുടെ വീടാടെ കടപ്പുറകളൊക്കെ കുത്തിപ്പിടിച്ച് വാങ്ങും. ഏത് പൂട്, കലിപ്പ് പൂട്. ഇവര് ഓൾറെഡി വീഡിയോ എടുത്ത് വെക്കുന്നുണ്ട്. അപ്പം ബാക്കിയുള്ളവർ വീഡിയോ എടുത്താൽ അത് പ്രശ്നം, നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഞങ്ങളുടെ വീടാ ഞങ്ങൾ വീഡിയോ എടുക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടുത്തെ നാട്ടുകാർക്ക് ഓൾറെഡി അറിയാം ഇതിന് മുമ്പ് ഇതേപോലത്തുള്ള പ്രശ്നങ്ങളൊക്കെ ഇവർ ഉണ്ടാക്കിയിട്ടുള്ളത് കൊണ്ട് തന്നെയാണെങ്കിൽ ഇനി നാളുകളിൽ ഇതിന്റെ പേരിൽ വേറെ പ്രശ്നം ഇവരെ നാട്ടുകാരെല്ലാം അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തെന്നൊക്കെ പറയൂലേ. അപ്പോൾ അവരൊരു സേഫ്റ്റിക്ക് വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഇവനെ അവരൊക്കെ മർദ്ദിച്ചെന്നോ അല്ലെങ്കിൽ എന്തോ കഴുത്തൊക്കെ പൂരെന്നുള്ള സാധനങ്ങളൊക്കെ പറയുന്നത് അതിലോട്ട് അങ്ങ് വരാം. അപ്പോൾ എന്തായാലും അനീതി പറയുന്ന ബാക്കി കാര്യങ്ങളൊക്കെ കേൾക്കാം. എന്തെങ്കിലും ലഹരി ഉപയോഗം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ലഹരി ഉപയോഗിക്കുന്നതായിട്ടൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. മദ്യപിക്കും, അത് ഒക്കേഷണലി ഇടയ്ക്കൊക്കെ കുടിക്കും. ഓക്കെ, ഒരു ഒക്കേഷണൽ ഡ്രിങ്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വലിയ ശല്യമൊന്നും ഇല്ല, നമുക്ക് അങ്ങനെ ശല്യമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇങ്ങനെ മദ്യപാനത്തിന്റെ ശല്യവും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ടല്ലോ. ഇനി അവന്റെ വീഡിയോക്കകത്ത് എന്താ പറഞ്ഞേക്ക് നിങ്ങൾ കേൾക്കണം. അതിന് മുന്നേ ഈ ഇന്റർവ്യൂ എടുക്കാൻ പോയിരിക്കുന്ന ചേട്ടന് ഒരുപക്ഷെ തെറ്റിപ്പോയതായിരിക്കാം. റോഷൻ അല്ല, രോഹിത് എന്നാണ് അവന്റെ പേര്. അപ്പം ഇനി ബാക്കി അവൻ പറഞ്ഞേക്കുന്ന കാര്യം ഒരു മദ്യപാനം ഈ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവരെ കൂടെ വലിച്ചിട്ട് ഇവർ ഒരുമിച്ചിരുന്നാണ് വെള്ളം അടിക്കുന്നത്, അതുകൊണ്ടാണ് പ്രശ്നമില്ലാത്ത എന്തൊരു സാധനമാണ് അവന്റെ രീതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാര്യം ഇനി അവൻ പറയുന്നത് കേട്ടോ, അറിയാത്ത പോലെ അവർ ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെയാണ് അനിയത്തി സോഷ്യൽ മീഡിയയിൽ പറഞ്ഞേക്കുന്നത്. ഏതോ 2 ചെറുക്കന്മാരായിട്ട് വന്നു. ഈ 2 ചെറുക്കന്മാര് എന്റെ അനിയത്തിയുടെ കൂടെ വരെ ഇരുന്ന്, അതായത് എന്റെ അനിയത്തിയും ഞാനും ഇവളും എന്റെ അമ്മയും ഒക്കെ കൂടി ഇരുന്ന് അതിനകത്ത്, അതായത് എന്റെ കൂട്ടുകാരന്മാരുടെ ഫാമിലിയിൽ ആരെങ്കിലും ഒക്കെ ഉണ്ട് എന്ന് വെച്ചാൽ എന്റെ കൂട്ടുകാരനും അവന്റെ വൈഫും വേറെ കുറച്ച് കൂട്ടുകാരന്മാര്, അതുപോലെ ഞാൻ ഇവള് അമ്മ ചിഞ്ചു എല്ലാവരും കൂടി ഇരുന്ന് മദ്യം വരെ കുടിച്ചിട്ടുണ്ട്. അടുക്കളയിൽ നിന്ന് ചിഞ്ചു ഉൾപ്പെടെ ഇല്ലേ ഫുഡ് കുക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ സാധനം നമ്മൾ ടച്ചിങ് ആയിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ട്, മദ്യപിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങൾ ഇവരിങ്ങനെ ഒരുമിച്ചിരുന്ന് മദ്യപിച്ചെന്ന് പറഞ്ഞേക്കുന്നത് ഈ കൂട്ടുകാരല്ലേ. കഴിഞ്ഞ വീഡിയോക്കകത്താണെങ്കിൽ പുള്ളിക്കാർ അൽത്തഫ് വ്ലോഗിന്റെ അടുത്ത് പറഞ്ഞായിരുന്നല്ലോ, അതായത് ഏതോ 2 കൂട്ടുകാരായിട്ട് ഒന്നും ആരാന്ന് അറിയത്തില്ല എന്നുള്ള സാധനങ്ങളൊക്കെ. അപ്പം അതാണ് പറയുന്നത്. അപ്പം അവരെ ഇവനെ അറിയത്തില്ല, അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടിക്ക് അറിയത്തില്ല എന്ന് പറയുന്ന സാധനത്തിൽ ഇവരെ അറിയാമെന്ന് പറയാനെ കൊണ്ട് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന പോലെ ഒരുമിച്ചിരുന്നാണ് മദ്യപിക്കുന്നത് എന്നുള്ള സാധനങ്ങളൊക്കെ പറയുന്നത്. ഇനി ബാക്കി അവൻ പറയുന്നത് കേട്ടോ. ചെയ്തിട്ട് പരിചയമുള്ള മാത്രമല്ല വീട് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്താണെങ്കിലും കൂട്ടുകാരാണ് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. ആ കൂട്ടുകാരെ അറിയത്തില്ല, ഏതോ ചെറുക്കന്മാര്. അമ്മച്ചിയുടെ
എങ്ങനെ അറിയുമെന്ന് പറയും. അറിയാത്ത ആരെയെ പറ്റിയിട്ടാണെങ്കിൽ അവർക്ക് ഒരു കണക്ഷനുണ്ട്, 2 കണക്ഷനുണ്ട്, 1 കട്ട് ചെയ്യുമ്പോൾ തൊട്ടടുത്തതിൽ കയറുകയാണ്. ഇങ്ങനെ സ്വന്തം പെങ്ങളെ പറ്റിയിട്ട് ഇങ്ങനെ അപരാധം പറഞ്ഞു നടക്കുന്ന ഒരു ചേട്ടനല്ല നിന്നെ വിളിക്കേണ്ടത്, നിന്നെ വേറെന്തോ വാക്കാണ് വിളിക്കേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സഹോദരി എങ്ങനെയാണേ നീ അന്ന് വിളിച്ചുകൊണ്ടെന്ന ആൾക്കാരെ നിങ്ങൾ ഒരുമിച്ചിരുന്ന് മദ്യപിച്ച ആൾക്കാരാണെന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെ അറിയാവുന്നോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാൻ പറ്റും? പറഞ്ഞു കഴിഞ്ഞാൽ നീ അതിന് വേറെ അർത്ഥങ്ങൾ ഉണ്ടാക്കി എടുക്കൂലേ? നീ അങ്ങനത്തെ ഒരു പുന്നാരമോനാണ്. അപ്പൊ പറയാണ് അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് അവള് കള്ളം പറഞ്ഞത്. തൊട്ടഴിയ സൈഡിൽ ഇരുന്നിട്ടാണെങ്കിൽ ഭാര്യ ശരിയാ അവള് പറഞ്ഞത് കള്ളവാ, കള്ളി എന്നൊക്കെ പറഞ്ഞോണ്ട് എനിക്ക് വയ്യ. സഹോദരിയെ പറ്റിയിട്ട് കുറ്റം പറയാനെ കൊണ്ട് എത്ര അങ്ങ് തൊര. അതേപോലെ തൊട്ടപ്പുറത്ത് ഇരുന്നിട്ട് നാത്തൂനെ പറ്റിയിട്ട് കുറ്റം പറയാൻ അവിടുന്ന് തൊര. സൂപ്പർ ഡേ. എന്തായാലും ഇവനും ഇവന്റെ പെൺപിള്ളയും കൂടെ ഈ അപരാധം മൊത്തം കാണിച്ച് കൂട്ടിയിട്ടാണെങ്കിൽ ആ ഒരു പെൺകുട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് കേൾക്കണം. ഉണ്ടില്ലെന്ന് പറയുന്നില്ല, പക്ഷെ ഞാൻ ഇതിനെപ്പറ്റി ഒന്നും കണ്ടിട്ടില്ല. എനിക്ക് കാണുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം ചേട്ടൻ പറഞ്ഞ അടുത്ത ഭാവിയൊന്നുമല്ല, ഞാനൊരു പെങ്കൊച്ച, എനിക്ക് ബസ്സിലെങ്കിലും പോകണ്ടേ. ഒരു മാനസികമായിട്ട് വിഷമമുണ്ട്. ഒരു ആംഗ്ലമാർ നമ്മളെ എന്താ പറയുക സ്നേഹിക്കേണ്ട ആംഗ്ലം ഇങ്ങനെ ചെയ്യുന്നതിൽ അല്ലേ? എന്നെ ഇപ്പം അവന് പൈസയ്ക്ക് വേണ്ടിട്ടോ കണ്ടന്റിന് വേണ്ടിട്ടോ ഇത്രയും മോശക്കാരിയൊക്കെ ചിത്രീകരിക്കാവോ? എൻ്റെ ലൈഫിൽ എന്തൊക്കെയാണ് നടന്നിട്ടുള്ളത് എൻ്റെ വീട്ടുകാർക്കറിയാം, എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കറിയാം. പിന്നെ എന്നെ പറ്റി കുറേ അപവാദം പറഞ്ഞിട്ടുണ്ടല്ലോ, അത് അങ്ങനെ അല്ലാന്ന് തെളിയിക്കാനുള്ള പ്രൂഫ് എൻ്റെ കയ്യിലുണ്ട്. എന്നിട്ട് ഇത്ര അപവാദം പറയുന്നത്. ഈ പ്രായത്തിന്റെ ഇടയിൽ സ്വന്തം ചേട്ടൻ അനിയത്തിയെ പറ്റിയിട്ട് പറഞ്ഞേക്കുന്നത് ഈ അപരാധങ്ങളൊന്നും അതല്ല, ഇതാണ് സത്യമെന്ന് പറയാനെ കൊണ്ട് സ്വന്തം തെളിവൊക്കെ നാട്ടുകാരുടെ മുന്നിൽ കാണിക്കേണ്ടി വരുന്ന ഒരു പെൺകുട്ടിയുടെ അവസ്ഥ, ഒരു മാനസികാവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കാം. പുറമേ നിന്നുള്ള ഏതെങ്കിലും ഒരാൾ ചീറ്റ് ചെയ്തതോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ആവശ്യമില്ലാത്ത പരിപാടി കാണിച്ചതൊന്നുമല്ല. ഇവിടെ സ്വന്തം ചേട്ടനാണ് ഒരു അനിയത്തിനെയാണ് നാട്ടുകാരുടെ മുന്നിൽ പിച്ച് ചീന്താനെ കൊണ്ട് സോഷ്യൽ മീഡിയയിലോട്ട് ഇട്ട് കൊടുത്തേക്കുന്നത്. അവർക്ക് ഒരു കണക്ഷൻ കട്ടിയുമ്പോൾ തൊട്ടടുത്ത കണക്ഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ പൊന്നോ, നീ എന്തൊരു മുതലട, എന്തൊരു ജന്മടാ. നീ മറ്റേ എന്താ പറയുക പച്ച വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞുകൊണ്ട് നീ മറ്റേ ക്ലീനിങ് പരിപാടിക്ക് ഇറങ്ങുമല്ലോ. ആദ്യം ഉണ്ടല്ലോ നിന്നെ വേണം ഇവിടുന്ന് തുടച്ച് നീക്കാനെ കൊണ്ട്. നീ വിദേശത്ത് എവിടെയോ പോകാനുണ്ടെന്നല്ലേ പറഞ്ഞത്? ഉങ്ങ് പോയി തരുമോ? അവരെങ്കിലും കുറച്ച് സമാധാനത്തോടെ അവർ ജീവിച്ചോട്ടെ. എന്താണ് പറയണമെന്ന് അറിയത്തില്ല, എനിക്ക് വിഷമമാണ്, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഒരു സഹോദരൻ ഒരു സഹോദരിയെ സംരക്ഷിക്കേണ്ടവൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ് സ്വന്തം പെങ്ങളെ അടിച്ച് താഴ്ത്തുന്നത് എന്തിനു വേണ്ടിയാണ്? കാശിന് വേണ്ടിയാണ്. എന്തിനു വേണ്ടി? നമുക്കൊന്നുമില്ല. ഭർത്താവ് ഇട്ടേച്ച് പോയ 2 കുഞ്ഞുങ്ങളായിരുന്നു നിങ്ങൾ. നമ്മുടെ കൂടെ അതുങ്ങളും കൂടെ നിന്ന് നമുക്ക് ഒരു സപ്പോർട്ട് തന്ന് നമ്മൾ ഒരുവിധം നല്ല സമാധാനമായിട്ട് ജീവിച്ച് വന്നപ്പോഴാണ് ഇവൻ ഇങ്ങനെ ഇവൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഇവൻ അവിടുന്ന് ക്യാമ്പസ് സെലക്ഷൻ കിട്ടിയ ഒരു ജോലി കിട്ടി. അപ്പോഴും ഞാൻ സമാധാനം എൻ്റെ മകൻ ഇഷ്ടപ്പെട്ടല്ലോ, ഇനി ഞങ്ങൾക്ക് ഒരിക്കലും പണ്ടത്തെ ഒരു അവസ്ഥ വരത്തില്ല എന്ന് വിചാരിച്ച്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇവൻ ഇങ്ങനെ ഒരു അവിടെ നിൽക്കാൻ പറ്റുന്നില്ല, അവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ എന്നെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ അമ്മ ഞാൻ പോകുന്നോട്ടെ, ഞാൻ പറഞ്ഞു നീ പോരാ, അവന് ബുദ്ധിമുട്ടാണ്, അവിടെ നിന്ന് പല അസുഖം വന്ന് പോകുന്നേക്കാട്ടും നല്ലല്ലേ, അപ്പോൾ പോരെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. അവൻ്റെ കൂടെ ഞങ്ങൾ എല്ലാത്തിനും സപ്പോർട്ടായിട്ട് ഞാനും അവളും ഇവളും കൂടെ നിന്ന് എല്ലാം ചെയ്ത് നല്ല രീതിയിൽ വന്ന്. അത് കഴിഞ്ഞപ്പോൾ ഇവൻ ഇങ്ങനെ അവരുടെ വീട്ടിൽ നിന്ന് കല്യാണാലോചന വന്നു. ഇവരൊന്ന് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്നേഹിച്ചത്. എന്നിട്ട് ഞാൻ ഓർത്ത് അവൻ്റെ ഇഷ്ടമല്ലേ എന്ന് പറഞ്ഞ് ഒരു ബന്ധുക്കാരോട് പോലും പറയാതെയാണ് നമ്മളത് സമ്മതിച്ചത്. ബന്ധുക്കാരുണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കാശില്ലെങ്കിൽ നമുക്ക് അധികം ആൾക്കാരൊന്നും കാണത്തില്ലല്ലോ. അങ്ങനെ എല്ലാം സമ്മതിച്ച് കല്യാണവും നടത്തി. എല്ലാം കഴിഞ്ഞ് ഒരു മാസത്തേക്ക് വലിയ കുഴപ്പമില്ല. പിന്നെ പയ്യെ ഇവരുടെ സ്വഭാവം മാറാൻ തുടങ്ങി. ഞങ്ങൾ വേറെ, അവർ രീതി വേറെ എന്നുള്ള രീതിയായി. എന്നിട്ട് നമ്മളത് നോക്കില്ല, നമുക്ക് കുടുംബം, എനിക്കൊരു പെങ്കൊച്ചും കൂടെ ഉണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ എത്രത്തോളം സഹിക്കാൻ ഭർത്താവില്ല. അപ്പോൾ ഇവനെങ്കിലും വേണമല്ലോ. അങ്ങനെ അത്രത്തോളം സഹിച്ചാണ് ഇത്രയും കാലം ജീവിച്ചത്. പാതിരാത്രിയൊക്കെ 12, 11, 40 വന്ന് വല്ലവൻ്റെ വീട് അടിച്ചു പൊളിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് കൊടുക്കാൻ നിവർത്തിയില്ല. എനിക്കിപ്പോൾ വയ്യ ഒന്നാമത്തെ കാര്യം. കുറേ കാലം കല്യാണം കഴിച്ച കാലം മുതലുള്ള ബുദ്ധിമുട്ടാണ്. അമ്മയുടെ ദാമ്പത്യ ജീവിതത്തിൽ വരെ പറയാം. അമ്മയുടെ അവസ്ഥ കണ്ടില്ലേ? നാട്ടുകാരുടെ മുന്നിൽ മൊത്തം ഈ കഥ മൊത്തം വന്ന് പറയേണ്ടി വരുന്ന ഒരു ഗതികെട്ടൊരവസ്ഥ ഒരു അമ്മയുടെ. ഇവിടെ അപ്പോഴും തൊട്ട് സൈഡിൽ ഇരുന്നിട്ട് കല്യാണം കഴിഞ്ഞിട്ട് അമ്മയുടെ പൊന്നേര് നാന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര അമ്മയും കുഞ്ഞും കളിക്കുക അവിടെ നിന്ന്. ഇപ്പൊ കൊച്ചുണ്ടാവേണ്ട പ്രായം എവിടെയാണ് 2 കൂട്ടരോടെ അമ്മയും കുഞ്ഞും കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അവൻ പറയുന്ന വേറെ കാര്യങ്ങളോട് കേട്ടോ. നീ കിടക്കുന്ന പാടില്ല, ഇത് കരി വെച്ച് വരച്ചൊന്നുമല്ല. ഇവന്മാര് വണ്ടിക്ക് അകത്തോട്ട് തള്ളി കയറി കൊച്ചു പിടിച്ചപ്പോൾ കിട്ടിയത്. ഇതിന്റെ പിറ്റേ ദിവസം എടുത്ത വിഷ്വൽ ഇവിടെ കാണിക്കാം. അത് സൈഡിൽ വല്ലതും കാണിക്കാം എങ്ങനെ ഉണ്ടായിരുന്നുള്ളത്. അതായത് അന്ന് രാത്രി വിഷം നടക്കുമ്പോൾ ആൾക്കാർ ഇങ്ങനെ കൈയിട്ട് കയറ്റിയപ്പോഴത്തേക്കിന് പറ്റിയൊരു പാടാണെന്നൊക്കെയാണ് പറയുന്നത്. എടാ ഇത് സത്യത്തിൽ ആ പാട് തന്നെ ആണോ? അതും കഴുത്തിലുള്ള പാടല്ലേ? നീ ആയോണ്ട് നമ്പാൻ കൊള്ളത്തില്ല. നിന്നെ നമ്പിനാ ബാക്കി എന്താണെന്നുള്ളത് അറിയാമല്ലോ. അപ്പം നീ നാളുകളിൽ ഇത് പാടെന്താണ് അപ്പോൾ മറ്റെന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ടും കണ്ടന്റ് ഉണ്ടാക്കാനായിക്കോട്ടെ നീ ഒരു മടിയും കാണിക്കത്തില്ല. കാരണം അത്രയ്ക്കുള്ള നിലവാരം മാത്രമേ നിനക്കുള്ളൂ. ഇപ്പൊ നോക്കി ജീവിക്കുന്ന നാട്ടുകാരാണ് മാന്യന്മാരാണെന്ന്. എനിക്ക് പറയണേ, നീ ഉൾപ്പെടെ അടങ്ങുന്ന കുടുംബം ഇന്നേ വരെ അച്ഛൻ 2019 ഉപേക്ഷിച്ചിട്ട് പോയപ്പോൾ അന്നോട്ട് ഈ 2025 വരെ അന്തസ്സായിട്ട് പണിയെടുത്ത് കുടുംബം നോക്കിയ ഞാൻ മാന്യനല്ലേ? എന്നെക്കാളും മാന്യനാണ് നിനക്ക് അവന്മാരൊക്കെ. ആ മാന്യനാണ് സ്വന്തം അനിയത്തെ പറ്റിയിട്ട് നാട്ടുകാരുടെ മുന്നിൽ മൊത്തം വേറെ കണക്ഷൻ ഉള്ള ഒരു ആളാണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചിത്രീകരിച്ച് വെച്ചേക്കുന്നത്. പാതിരാത്രിയൊക്കെ 12, 11, 40 വന്ന് വല്ലവൻ്റെ വീട് അടിച്ചു പൊളിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് കൊടുക്കാൻ നിവർത്തിയില്ല. എനിക്കിപ്പോൾ വയ്യ ഒന്നാമത്തെ കാര്യം. കുറേ കാലം കല്യാണം കഴിച്ച കാലം മുതലുള്ള ബുദ്ധിമുട്ടാണ്. അമ്മയുടെ ദാമ്പത്യ ജീവിതത്തിൽ വരെ പരാമർശിക്കുന്ന വീഡിയോകൾ വന്നിട്ടുണ്ട്. അത് മകനല്ലേ ഇടുന്നത്, മറ്റാരും അല്ലല്ലോ. മകൻ തന്നെയാണ് എന്നെക്കുറിച്ച് വേണ്ടാതീനം പറയുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ ഭർത്താവിനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ലല്ലോ. അതെ, ആ അമ്മയുടെ അവസ്ഥ ഒന്ന് ആലോചിക്കും. ഇത്രയും നാളും ആ തൻ്റെ ഭർത്താവിൽ നിന്ന് അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു അച്ഛൻ നിന്ന് നേരിടേണ്ടി വന്നുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് അവിടെയൊക്കെ ഭയങ്കര സർവൈവ് ചെയ്ത് അത്ര ബ്രേവായിട്ട് വന്നേക്കുന്ന ഈ ഒരു അമ്മയ്ക്ക് ഈ ഒരു പ്രായത്തിൽ ഇവനെയൊക്കെ ഇത്രയും വളർത്തി വലുതാക്കിയല്ലോ. അതിനുശേഷം കാണേണ്ടി അല്ലെങ്കിൽ അനുഭവിക്കേണ്ടി വരുന്ന അവസ്ഥ ഇതാണ്. കാര്യം സ്വന്തം മകൻ തന്നെയാണ് എന്നോട് ഇങ്ങനത്തെ ക്രൂരതകൾ മൊത്തം കാണിക്കുന്നതെന്ന് നാട്ടുകാരുടെ മുന്നേ ദയനീയമായിട്ടൊരു അമ്മ പറയുകയാണ്. അപ്പോഴും തൊട്ടപ്പുറത്തിട്ട് ഗൈസ് ഞങ്ങൾ സ്ക്രിപ്റ്റ് എഴുതുന്നേ ഉള്ളൂ കേട്ടോ, അടുത്ത സ്ക്രിപ്റ്റുമായിട്ട് ഞങ്ങൾ അടുത്ത ദിവസം വരാം. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ സ്ക്രിപ്റ്റ്, ബാക്കി സ്ക്രിപ്റ്റായിട്ട് അടുത്ത ദിവസം വരാമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ എഴുതിക്കൊണ്ട് വരികയാണ്. പാർട്ട് 1, പാർട്ട് 2
ഇവനെയൊക്കെ ഉണ്ടല്ലോ. ഇനി എന്തായാലും ഇവർ കേസ് കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ടുണ്ട് ഈ ഒരു സഹോദരി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതോടെ ഞാൻ വെച്ചിട്ട് വീഡിയോ ചെയ്യാം. ഉണ്ടാണ്ടിരുന്നല്ല, ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനായിട്ട് എന്തെങ്കിലും വേണ്ടിയിട്ട് ഇവൻ അത് വെച്ച് ഇവന് ഭയങ്കര വായ്ത്താളോ അവിടെ വന്ന് കിടന്ന് ഭയങ്കരമായിട്ടും വായ്ത്താളം അടിക്കും. പിന്നെ എനിക്കറിയത്തില്ല ഇവൻ ഹോൾഡ് ഉണ്ടാകുന്ന ഒന്നും എനിക്കറിയത്തില്ല. കാരണം ഇതിന് മുന്നേ ചെന്നിട്ടും അവർ ഒത്തുതീർപ്പാക്കി വിട്ടിട്ട് ഇവനൊന്നും പേടിപ്പിച്ച് പോലും വിട്ടില്ല. എന്നെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞിട്ട് പോലും പേടിപ്പിച്ച് പോലും വിട്ടില്ല. അതിന് എനിക്ക് ഇതില് ഇവനും അവളോട് അവിടെ പറയുന്നത് ഇത് കള്ളക്കേസാണെന്നുള്ള രീതിയൊക്കെയാണ് അവനും അവളും അവിടെ അപ്പുറത്തെ സൈഡിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അറിയത്തില്ല. എല്ലാവരും നിലവിൽ ഇപ്പോൾ കേസ് കൊടുത്തിട്ടുണ്ട്. ഉണ്ട്. എവിടെ കൊടുത്തേക്കുന്നത്? വനിതാ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു നടപടി ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. സ്ട്രോങ് ആയിട്ട് നിൽക്കാനാണ് നിങ്ങളുടെ തീരുമാനം? സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കാൻ തീരുമാനം. ഇത് ഈ പറഞ്ഞ കണക്ക് എനിക്ക് കണ്ടന്റ് ഉണ്ടാക്കി ഒന്നും ചെയ്യേണ്ട. ഇപ്പോൾ ചേട്ടൻ പറഞ്ഞില്ലേ നിശബ്ദമായിട്ട് നിന്നെന്ന്. ഈ പറയുന്ന എൻ്റെ കയ്യിൽ പ്രൂഫ് ഉണ്ടായിട്ട് പോലും എനിക്ക് റീച്ച് ഉണ്ടാക്കാനാണ് എനിക്ക് ഇതിന് മുന്നേ ചെയ്തുകൂടായിരുന്നു. ഞാൻ ഇന്നേ വരെ അത് ചെയ്യാൻ ക്ഷമിക്കല്ല. എനിക്ക് അങ്ങനെ പോയി സ്വയം നാണം കെടണം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫാമിലി പ്രശ്നം കൊണ്ടുവന്ന് ഇങ്ങനെ ഇവരെയും നാണം കെടുത്തണമെന്നൊന്നും ഇല്ലായിരുന്നു. അതാണ് ഒത്തുതീർപ്പാക്കി പോയത്. അത് കഴിഞ്ഞ് പിന്നെയും ഉപദ്രവിക്കുമ്പോൾ എങ്ങനെയാ ചേട്ടാ മിണ്ടാണ്ടിരിക്കുന്നത്? എന്തായാലും നന്നായി മോളെ. കാര്യം നിങ്ങളിപ്പം അവൻ നിങ്ങളുടെ വീട്ടിൽ 4 ചുവരുകൾക്കുള്ളിൽ മാത്രം നിൽക്കേണ്ട സാധനം പബ്ലിക്കാക്കി നിങ്ങളെല്ലാം ഇങ്ങനെ വലിച്ചു കീറിയല്ലേ, പോരാത്ത ഇങ്ങനെ മർദ്ദിക്കാൻ കാര്യങ്ങളൊക്കെ ചെയ്തെയാണ്. എന്തായാലും കേസ് കാര്യങ്ങളൊക്കെ കൊടുക്കുക. വളരെ നല്ല തീരുമാനം തന്നെ. കാര്യം ഇവിടെ ഒന്ന് ആലോചിച്ചു, ഒരു മനസാക്ഷി ഇല്ലാതെ ആ ഒരു കുടുംബത്തിനെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഈ ഒരു വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ കുറച്ച് ആൾക്കാർ എടാ വല്ലവൻ്റെ വീട്ടിലെ കുടുംബ പ്രശ്നത്തിൽ എന്തിനാടാ നീ വന്ന് സംസാരിക്കുന്നത്, എന്തിനാടാ വെച്ച് റിയാക്ട് ചെയ്യണേന്ന്. എടേ ഈ ഉളുപ്പില്ലാത്ത ഈ ഒരു പൊന്നു മോനാണെങ്കിൽ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് ഇന്ന് അമ്മയെ പറ്റിയിട്ട് ഇത്ര കുറ്റം പറയാം, ഇന്ന് അനിയത്തിനെ പറ്റിയിട്ട് ഇത്ര കുറ്റം പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് സ്ക്രിപ്റ്റ് ആക്കിയിട്ട് പബ്ലിക്കിൽ കൊണ്ടെത്തിക്കുന്നത് കൊണ്ടല്ലേ നമ്മൾ റിയാക്ട് ചെയ്യുന്നുള്ളൂ. കഴിഞ്ഞ ഒരാഴ്ച മൊത്തം നമ്മുടെ രേണുസുതി ആയിരുന്നു ഫുള്ള് ട്രെൻഡിങ്ങിൽ നിന്നോണ്ടിരുന്നത്. ഇപ്പം രേണുസുതി മാറി ഇപ്പം നമ്മുടെ പച്ച വീട്ടിൽ പ്രശ്നം ചെയ്യും. മറ്റേ പ്രിൻസ് സിനിമയ്ക്കകത്ത് കണ്ടിട്ടുള്ള ആൾക്കാർക്കറിയാം. നേരെ അയ്യോ ഞങ്ങൾ ട്രെൻഡിങ്ങിൽ നിന്ന് പോയി, ഞങ്ങൾക്ക് ട്രെൻഡിങ്ങിൽ അടിച്ച് കയറണം, അപ്പം എന്ത് സാധനം അടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ മഞ്ജുപ്പിള്ളയ്ക്ക് ഒരു സാധനം അടിക്കുന്ന ഒരു സാധനമുണ്ട്. ആ സെയിം സാധനമാണ് ഇവിടെ ഇവൻ സ്വന്തം അമ്മയോട് കാണിച്ചേക്കുന്നത്. എക്സാക്ട്ലി ആ സിനിമയ്ക്കകത്ത് കാണിച്ചിരിക്കുന്ന ഇവന്റെ ജീവിതകഥയാണ് സുഹൃത്തുക്കളെ. എന്തായാലും ഇവന് ഇനി അടുത്ത സ്ക്രിപ്റ്റ് ഒക്കെ റെഡിയാക്കാനെ കൊണ്ട് പോയിട്ടേ ഉള്ളൂ. അപ്പം എന്തൊക്കെയാണ് അമ്മയെ പറ്റിയിട്ട് പെങ്ങളെ പറ്റിയിട്ട് പറയണമെന്നുള്ളത്. അപ്പോൾ ആ ഒരു സ്ക്രിപ്റ്റ് ഒക്കെ പൂർത്തിയായിട്ട് അവൻ്റെ അടുത്ത എപ്പിസോഡ് വരുന്നതായിരിക്കും. സോ ആ എപ്പിസോഡിനെ പറ്റിയിട്ട് നമ്മൾ തീർച്ചയായിട്ടും ഇതുപോലെ റിയാക്ട് ചെയ്യുന്നതായിരിക്കും. കാണാൻ താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി. ഡിഫൻഡർ എടുക്കുന്നതാണ് കേട്ടോ നല്ലത്. എന്തായാലും ഒരുങ്ങി ഇറങ്ങിയേക്കാണ്, മെഗാ സീരിയലാക്കാൻ ഇറങ്ങിയേക്കാണ്. അപ്പോൾ നീ ഉറപ്പായിട്ടൊരു ഡിഫൻഡർ എടുക്കാനുള്ള സാധനം തന്നെ എനിക്ക് കിട്ടുന്നതായിരിക്കും ഇതിനകത്ത്. എന്തായാലും നീ അത് എടുക്കണം കേട്ടോ. കാര്യം എല്ലാവർക്കും ബാക്കിയുള്ള എല്ലാ ഫാമിലി ബ്ലോഗേഴ്സിനും നീ ഒരു വെല്ലുവിളിയാവണം. ഇനി എല്ലാവരും നിന്നെ കണ്ടുപിടിക്കണം. പിന്നെ അല്ല എന്തായാലും ഈ ഒരു വിഷയത്തെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ ശരി, ബൈ.